ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 13ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും കുറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒത്തിരി ചോദ്യങ്ങളല്ല, വെറും 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്നത്തെ പോർഷൻസ് ആദ്യമേ പറയാം. ഉൽപ്പത്തി 49 അധ്യായം, 50 അധ്യായം, അതുപോലെ പുറപ്പാട് 1-2 അധ്യായങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നും മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം. ഇതാണ് ഇന്നത്തെ പോർഷൻസ്. ഓക്കെ, പഴയ നിയമത്തിൽ നിന്ന് 4, പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായം. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഉൽപ്പത്തി 49, 50, പുറപ്പാട് 1-2, അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എല്ലാവരും ബൈബിളൊക്കെ വായിച്ച് തയ്യാറായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ പോർഷൻസ് ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതായത് 4 പഴയ നിയമത്തിൽ നിന്ന് 4, പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായവും, ഇങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചു പോയാൽ മതി. കറക്റ്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാനും പറ്റും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. ഓക്കെ, എനിക്ക് 8 അക്ഷരങ്ങളുണ്ട്. ഓക്കെ, എൻ്റെ പേരിന്റെ 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു മിദ്യാന്യ രാജാവിന്റെ പേര് കിട്ടും. 3-4-5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേരും കിട്ടും. ഇത് ഒരു വ്യക്തിയുടെ പേരോ സ്ഥലപ്പേരോ അല്ല. ഏതാണ് ആ 8 അക്ഷരമുള്ള വാക്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. എനിക്ക് 8 അക്ഷരങ്ങൾ ഉണ്ട്. എൻ്റെ പേരിന്റെ 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു മിദ്യാന്യ രാജാവിന്റെ പേര് കിട്ടും. 3-4-5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേരും കിട്ടും. ഇത് പക്ഷെ ഒരു വ്യക്തിയുടെ പേരോ സ്ഥലപ്പേരോ അല്ല. ഏതാണ് ആ 8 അക്ഷരമുള്ള വാക്ക്? ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കധികം കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കുഴിച്ചിട്ടു അല്ലെങ്കിൽ അടക്കം ചെയ്തു എന്നർത്ഥം വരുന്ന ഒരു പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. കുഴിച്ചിട്ടു അല്ലെങ്കിൽ അടക്കം ചെയ്തു എന്നർത്ഥം വരുന്ന ഒരു പദം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സങ്കീർത്തനം 57, 103, 104, 116, 146, ന്യായാധിപന്മാർ 5 എന്നീ അധ്യായങ്ങളിൽ ചേർന്ന് കാണുന്ന 2 വാക്കുകൾ, അതായത് 2 വാക്കുള്ള ഒരു പദം. അതായത് കറക്റ്റ് പറഞ്ഞ 5 അക്ഷരങ്ങളുണ്ട്, ഈ പാഠഭാഗത്തുണ്ട്. ഏതാണ് ആ വാക്ക്? ഒന്നുകൂടെ പറയാം. സങ്കീർത്തനം 57, 103, 104, 116, 146, ന്യായാധിപന്മാർ 5 എന്നീ അധ്യായങ്ങളിൽ ചേർന്ന് കാണുന്ന 2 വാക്കുള്ള ഒരു പദം. കറക്റ്റ് പറഞ്ഞാൽ 5 അക്ഷരം ഉണ്ട്, പാഠഭാഗത്തുണ്ട്. ഓക്കെ, ഏതാണ് ആ വാക്ക്? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വയൽ എന്ത്? നല്ല വിത്ത് ആര്? കള ആര്? ശത്രു ആര്? കൊയ്ത്ത് എന്ത്? ഇത് നമ്മൾ പോർഷൻ ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. വയൽ എന്ത്? നല്ല വിത്ത് ആര്? കള ആര്? ശത്രു ആര്? കൊയ്ത്ത് എന്ത്? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. വിളവെടുപ്പ് കാലം വരെ വളർന്ന 2 സസ്യങ്ങൾ ഏതെല്ലാം? ഓക്കെ, വിളവെടുപ്പ് കാലം വരെ വളർന്ന 2 സസ്യങ്ങൾ ഏതെല്ലാം? അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ചോദ്യങ്ങൾ. വേഗം നിങ്ങളുടെ ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. നിങ്ങളെ കാത്ത് ഒത്തിരി സമ്മാനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പോർഷൻ ബേസ്ഡ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട. മെയിൻ ആയിട്ട് ആ പോർഷൻസ് ഒന്ന് നോക്കൂ. അതുപോലെ ഞാൻ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള ചില റെഫറൻസസ് ഉണ്ട്. ആ സാധനങ്ങൾ മാത്രം ബാക്കിയുള്ള ആ പോർഷൻസിലൂടെ നോക്കിയിട്ട് ഒന്ന് നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തോളൂ. വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
നമുക്ക് അടുത്തതിന്റെ ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye.